ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലും സംഭവിക്കും. അതായത് യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ് ലോത്തിന്റെ കാലത്തിനോട് ഒത്തിരിക്കുമെന്ന് മനസ്സിലാക്കാം. ഇതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 28-ാം വാക്യം. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ കാലത്ത് സംഭവിക്കും. അവർ തിന്നും കുടിച്ചും കൊണ്ട് വിറ്റും നട്ടും പണിതും പോന്നു. എന്നാൽ ലോത്ത് സോദോം വിട്ട നാളിൽ ആകാശത്തും തീയും ഗന്ധവും പെയ്തു എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. ഈ വചനം തുടർന്നും ഗ്രഹിപ്പാൻ കൃപ നൽകണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ഈ മെസ്സേജ് ഒരിക്കൽ പറഞ്ഞതാണ്. ലോത്തിന്റെ കാലം പോലെ മനുഷ്യപുത്രന്റെ കാലം എന്ന് കഴിഞ്ഞ ദിവസം സംസാരിച്ചതാണ്. എന്നാൽ അതിന്റെ രണ്ടാം ഭാഗത്തേക്ക് നാം പ്രവേശിക്കുകയാണ്. ലോത്തിന്റെ കാലത്ത് ഒരു രക്ഷാമാർഗം ഉണ്ടായിരുന്നു. അതെന്താണെന്ന് പറഞ്ഞില്ല. സമയത്തിന്റെ പരിധി കൊണ്ട് അതിലേക്ക് നാം കടന്നില്ല. ഇന്ന് അങ്ങോട്ട് പ്രവേശിക്കുകയാണ്. എന്തായിരുന്നു ലോത്തിന്റെ കാലത്തെ രക്ഷാമാർഗം? അതെഴുതിയിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിലാണ് ലോത്തിന്റെ ചരിത്രം. 19-ാം അധ്യായത്തിൽ ആ തലമുറയിലെ ജനത്തിന്റെ പാപം വളരെ കഠിനവും മ്ലേച്ഛവുമായിരുന്നു. ഇതിനെക്കുറിച്ചുള്ള കംപ്ലൈന്റ് സ്വർഗത്തിലെത്തിയപ്പോൾ ദൈവം തമ്പുരാൻ ദൂതനെ അയച്ചും നേരിട്ടും അതിനകത്ത് അന്വേഷണം നടത്തി നടപടിയെടുക്കുന്നു. ഈ നടപടിയെടുക്കുന്ന സന്ദർഭത്തിൽ അവിടുത്തെ റൗഡികളായ സോദോമിയ നിവാസികളുടെ തന്റെ ഇടം, അഹങ്കാരം, ജഡീക സ്വഭാവം, വൃത്തികേടുകൾ ഇവയൊക്കെയും 19-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ നാം കണ്ടു. അവിടെ തുടർന്ന് എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. വാക്യം 12. ആ ദൈവദൂതന്മാർ, ഉൽപ്പത്തി പുസ്തകം 19:12, അതായത് 16-ാമത്തെ പേജ്, ലോത്തിനോട്, ഇവിടെ നിനക്ക് മറ്റു വല്ലവരുമുണ്ടോ? മരുമക്കളോ പുത്രന്മാരോ പുത്രിമാരോ ഇങ്ങനെ പട്ടണത്തിൽ നിനക്കുള്ളവരെയൊക്കെയും ഈ സ്ഥലത്ത് നിന്ന് കൊണ്ടുപോയിക്കൊള്ളുക. ഇവരെക്കുറിച്ചുള്ള ആവലാതി യഹോവയുടെ മുമ്പാകെ വലുതായി തീർന്നിരിക്കൊണ്ട് ഞങ്ങൾ ഈ സ്ഥലത്തെ നശിപ്പിക്കും. അതിനെ നശിപ്പിപ്പാൻ യഹോവ ഞങ്ങളെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് ദൂതന്മാർ പറയുന്ന വാക്കാണ്. ലോത്തിനോടാണ് ഇവർ സംസാരിക്കുന്നത്. ലോത്തിനോട് സംസാരിക്കുന്നത്, ഇവിടെ നിനക്ക് മറ്റു വല്ലവരുമുണ്ടോ? ഒന്ന് വിവരിച്ചോട്ടെ. അക്കാലത്ത് സർവശക്തിയുള്ള ദൈവത്തെ അറിയുന്ന, വിളിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ഭയപ്പെടുന്ന ഒരു കുടുംബമുണ്ടായിരുന്നു. അത് അബ്രഹാമിന്റെ കുടുംബമാണ്. ഈ അബ്രഹാമിന്റെ കൊച്ചപ്പന്റെ മകനാണ് ഈ ലോത്ത്. അബ്രഹാമിന്റെ ദൈവഭക്തി കണ്ട് അദ്ദേഹത്തോട് കൂടെ ഇറങ്ങിത്തിരിച്ചവനാണ് ലോത്ത്. എന്നാൽ കാലക്രമേണ അബ്രഹാമിന്റെ അത്രയും ആത്മീയ ദർശനം ലോത്തിനില്ലാത്തതിനാൽ ലോത്ത് ഭൗതിക കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചു. കൂടുതൽ പണമുണ്ടാക്കുക എന്നതായിരുന്നു ലോത്തിന്റെ ലക്ഷ്യം. ആ ചരിത്രം ഇങ്ങനെയാണ്. ഇവർ രണ്ടുപേരും കൂടെയുള്ള യാത്രയിൽ ചില നല്ല സ്ഥലങ്ങൾ ലോത്ത് കാണുകയും ആ ഭാഗത്ത് താമസിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്തു. അതിനുവേണ്ടി അദ്ദേഹം ചില അഭിപ്രായ വ്യത്യാസങ്ങളും പിണക്കങ്ങളും അബ്രഹാമുമായിട്ട് ഉണ്ടാക്കി. ഭക്തനും ദൈവീക ലക്ഷ്യങ്ങളുള്ളവനുമായ അബ്രഹാം വിഷയങ്ങൾ അറിഞ്ഞിട്ട് ലോത്തിനെ വിളിച്ചു. മകനെ, എന്തിനാ നമ്മൾ ഇവിടെ വഴക്കുണ്ടാക്കണം? ഇഷ്ടംപോലെ ഭൂമി ഇവിടെ ഉണ്ടല്ലോ. നിനക്കിഷ്ടമുള്ള സ്ഥലം തിരഞ്ഞെടുത്തുകൊള്ളുക. നീ വലത്തോട്ട് തിരിഞ്ഞാൽ ഞാൻ ഇടത്തോട്ട് തിരിഞ്ഞോളാം. നീ കിഴക്ക് വശം എടുക്കുകയാണെങ്കിൽ ഞാൻ പടിഞ്ഞാറ് വശം എടുത്തോളാം. എനിക്കിവിടെ വഴക്കില്ല. ഇവിടെ നമുക്കൊരു നല്ല ചിന്ത കിട്ടുന്നത്, ദൈവത്തോട് ബന്ധമുള്ളവൻ, ഈ കാണുന്ന പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന സർവശക്തിയുള്ള ഒരു ദൈവമുണ്ടെന്ന് ഹൃദയത്തിൽ ബോധ്യമുള്ളവൻ ഒരു വഴക്ക് വരുമ്പോൾ ലാഭം ഇല്ല, നഷ്ടം സംഭവിക്കുന്നു എന്ന് തോന്നിയാലും അവൻ വിട്ടുവീഴ്ച ചെയ്യും. കാരണം അവനറിയാം, എനിക്കുള്ളത് ആർക്കും കൊണ്ടുപോകാനൊക്കെയല്ല.
ഇത് നമ്മുടെ അകത്തൊരു പ്രമാണമായി കയറിയാൽ നല്ലതാണ് സുഹൃത്തുക്കളെ. ലോത്ത് താമസിക്കുന്ന സ്ഥലത്ത് ലോത്ത് എത്താനുണ്ടായ കാരണമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ലോത്ത് താമസിച്ച സ്ഥലമാണ് സോദോം എന്ന് പറയുന്നത്. ഇന്ന് ആ സ്ഥലമില്ല. അവിടം ദൈവം തമ്പുരാന്റെ കോപാഗ്നി വീണ സ്ഥലമാണ് സോദോം ഗോമോറ. ആ സ്ഥലം ഇന്ന് എവിടെ പോയി? അതാണ് ഇന്ന് ചാവുകടലായി മാറിയിരിക്കുന്നത്. ഭൂമിയിൽ മനുഷ്യൻ ഇറങ്ങിയാൽ താഴാത്ത ഒരു കടലുണ്ട്. ഒരൊറ്റ ജീവികൾക്കും ജീവിക്കാൻ പറ്റാത്ത ഒരു സ്ഥലമുണ്ട്. അതാണ് ചാവുകടൽ. ഇവിടുന്ന് കാണാൻ പോയ ആളുകൾ അതിനകത്ത് ഇറങ്ങി കിടന്നിട്ടുണ്ട്. അതെ, ആ സ്ഥലമാണ് ഈ സ്ഥലം. ഇത് ഫലഭൂയിഷ്ടമായൊരു ഭൂമിയായിരുന്നു. ലോത്ത് തിരഞ്ഞെടുത്ത സ്ഥലമാണത്. ലോത്ത് ആ സ്ഥലം തിരഞ്ഞെടുക്കുകയും അബ്രഹാമുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുകയും ഒക്കെ ചെയ്ത സന്ദർഭം ബൈബിളിലുണ്ട്. ആ സമയത്ത് അബ്രഹാം ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനമാണ് ഈ ബൈബിളിൽ എനിക്ക് നിങ്ങളോട് വായിച്ചു കേൾപ്പിക്കുവാനുള്ളത്. അബ്രഹാം പറയുന്ന വാചകം, ദേശമെല്ലാം നിന്റെ മുൻപാകെ ഇല്ലയോ? എന്നെ വിട്ടു പിരിഞ്ഞാലും നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ ലോത്ത് നോക്കി, യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു. യഹോവ സോദോമിനെയും ഗോമോറയും നശിപ്പിച്ചതിന് മുമ്പേ അത് യഹോവയുടെ തോട്ടം പോലെ മനോഹരമായിരുന്നു. അങ്ങനെ ആ സ്ഥലം, മനോഹരമായ ആ സ്ഥലം ലോത്ത് തിരഞ്ഞെടുത്തു. ഇങ്ങനെ ലോത്ത് കിഴക്കോട്ട് യാത്രയായി അവർ തമ്മിൽ പിരിഞ്ഞു. അപ്പൊ നോക്കുക, അബ്രഹാം ഇവിടെ നഷ്ടം സഹിക്കുന്നു. നല്ല സ്ഥലം. അബ്രഹാമാണ് ലീഡർ, അബ്രഹാമാണ് സീനിയർ, അബ്രഹാമാണ് ഈ യാത്ര തിരിച്ചത്. പക്ഷേ ഈ സ്വന്തത്തിൽപ്പെട്ട ഈ കൊച്ചൻ ലാഭത്തിന് വേണ്ടി ചെറിയ ചെറിയ വഴക്കുകൾ കുടുംബത്തിൽ സൃഷ്ടിച്ചു. ജോലിക്കാരുടെ ഇടയിലൊക്കെ വഴക്കുണ്ടാക്കി. നമുക്കറിയാമല്ലോ, ബിസിനസ്സിൽ കൊള്ളയടിക്കാൻ ആഗ്രഹിക്കുന്നവൻ വെറുതെ വഴക്കുണ്ടാക്കും. ലാഭം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവൻ, മറ്റൊരുത്തിനെ തോപ്പിക്കാൻ ആഗ്രഹിക്കുന്നവൻ വെറുതെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നമ്മളൊക്കെ ഈ ഭൂമിയിലാണ് ജീവിക്കുന്നത്, സ്വർഗത്തിലല്ലല്ലോ. അപ്പൊ നമ്മളൊക്കെ ഓരോ ബിസിനസ് ചെയ്യുന്നവരാണ്. വീട്ടുകാര്, സ്വന്തക്കാര്, മിത്രങ്ങളൊക്കെ ചേർന്ന് കലത് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഒരുത്തിനൊരുത്തിനെ പറ്റിക്കാൻ ശ്രമിച്ചാൽ നമുക്കൊക്കെ മനസ്സിലാവും. പക്ഷേ തിരിച്ച് ഒരു ഉപദ്രവം ചെയ്യാൻ അബ്രഹാം ഒരുങ്ങിയില്ല. അബ്രഹാം പറഞ്ഞു, എന്തിന് നമ്മൾ വഴക്കുണ്ടാക്കണം? ഞാൻ അല്പം നഷ്ടം സഹിച്ചോളാം, നല്ല പങ്ക് നീ എടുത്തു, എനിക്കതിന്റെ സെക്കൻഡ് പോർഷൻ കിട്ടിയാൽ മതി. അങ്ങനെ ഏറ്റവും നല്ല ബലഭൂയിഷ്ടമായ സ്ഥലമായിരുന്നു ഈ സോദോം അന്ന്. പിള്ളേർ തിരഞ്ഞെടുത്തു. അബ്രഹാമിന് വാസ്തവത്തിൽ നഷ്ടം സംഭവിച്ചു. പക്ഷെ അബ്രഹാം എന്ത് കണ്ടു എന്നറിയാമോ? അബ്രഹാം ദൈവത്തെ കണ്ടു. സുഹൃത്തുക്കളെ, സമ്പത്താണോ ആരോഗ്യമാണോ വലുത്? ലാഭങ്ങളാണോ സ്വഭാവമാണോ വലുത്? ജീവിതത്തിൽ നേട്ടങ്ങളും കോട്ടങ്ങളും ഉണ്ടാവും. പക്ഷെ സ്വഭാവം കളഞ്ഞാൽ അതുണ്ടാക്കാൻ പിന്നീട് വിഷമമാണ്. അബ്രഹാം ഇങ്ങനെ ചിന്തിച്ചു, അവൻ സമ്പന്നനായിക്കോട്ടെ, ഞാൻ എന്റെ പോളിസി കളയത്തില്ല. അബ്രഹാം പിടിച്ചു നിന്നു. എന്ത് സംഭവിച്ചെന്നറിയാമോ? ലോത്ത് തിരഞ്ഞെടുത്ത ഭൂമിയും സ്വത്തും സമ്പാദ്യവുമാണ് തീ വീണു പോയത്. സോദോം ഗോമോറ കത്തി നശിച്ചു. പക്ഷെ അബ്രഹാം തിരഞ്ഞെടുത്ത ഭൂമിയാണ് ഇന്നും ലോകത്തിലെ ഏറ്റവും ഡിമാൻഡുള്ള ഭൂമി. പക്ഷെ അന്നത് കുറവായിരുന്നു. അന്നത് ഇത്രയും സമൃദ്ധമല്ലായിരുന്നു, ഫലഭൂയിഷ്ടമല്ലായിരുന്നു. പക്ഷെ ദൈവം അതിനെ ബ്യൂട്ടിഫുൾ ആക്കി, അതിനെ കൂടുതൽ ബലഭൂയിഷ്ടമാക്കി. ഇന്ന് അബ്രഹാം തിരഞ്ഞെടുത്ത, അബ്രഹാമിന് കൊടുത്ത ആ ഭൂമിയാണ് പലസ്തീൻ. ഇസ്രയേലിൽ അവകാശപ്പെടുന്ന ആ സ്ഥലമുണ്ടല്ലോ, അതാണ് ലോകത്തിലെ ഏറ്റവും നല്ല ഫ്രൂട്ട്സ് ഉളവാക്കുന്ന സ്ഥലം. ആ ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടിയാണ് ഈ വഴക്ക്. ലോകം മുഴുവനും അടിപിടി കൂടുന്നത് ആ ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടിയാണ്, അബ്രഹാമിന്റെ ഭൂമിക്ക് വേണ്ടി. അതിനിന്നും ഡിമാൻഡുണ്ട്. പക്ഷെ ലോത്ത് തിരഞ്ഞെടുത്ത ഭൂമിക്ക് ഇന്ന് ഡിമാൻഡ് ഇല്ലാതെ പോയി, നശിച്ചുപോയി. ഇവിടെ നമ്മൾ വഴക്കുണ്ടാക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം. ചെറുപ്പക്കാർക്കത് മനസ്സിലാകുകയില്ല. അത്യാഗ്രഹികളും ദുർമോഹികളും വലിയ കൊള്ളലാഭം നോക്കുന്നവർക്ക് ഇതൊന്നും മനസ്സിലാകത്തില്ല.
മറ്റൊരുത്തരെ ചതിച്ചും മറ്റൊരുത്തരെ തോപ്പിച്ചും കാലുവാരിയും വെട്ടിച്ചും ഒക്കെ നമ്മളൊരു ലാഭം ഉണ്ടാക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവവചനം കേൾക്കുകയല്ലേ? യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ അല്പം വീട്ടുകാരിയും നാട്ടുകാരിയും ബിസിനസ്സുകാരിയും പറയട്ടെ, കൊള്ള ലാഭം വേണ്ട, അമിത ലാഭം വേണ്ട, സ്നേഹിതനെ ചതിച്ചിട്ടുള്ളത് വേണ്ട, പങ്ക് കൃഷിക്കാരനെ കൂട്ടു ബിസിനസ്സുകാരനെ ചതിച്ചിട്ടുള്ളത് വേണ്ട, കൂലിക്കാരന്റെ കാശ് കുറയ്ക്കാതെ ഉള്ളത് വേണ്ട, കുറച്ചിട്ട് പിടിച്ചെടുത്തിട്ടുള്ളത് വേണ്ട. ഒരു മിനിമം ലാഭം മതി എന്ന് വെച്ചാൽ നിന്റെ മക്കൾക്ക് അത് അനുഭവിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഇതൊന്നും ഒടുവിൽ നിനക്ക് ഉപയോഗത്തിൽ വരില്ല. ഇത് ചരിത്രം തെളിയിക്കുന്നു, ബൈബിൾ ശക്തമായി പറയുന്നു. ലോത്തിന്റെ കാലത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ലോത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് പഠിക്കേണ്ടി വരുന്നു. ലോത്ത് ഭയങ്കര അത്യാഗ്രഹിയായിരുന്നു. ഭൂമിയിൽ എങ്ങനെയെങ്കിലും സമ്പന്നനാകണം, ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ നന്നായിട്ടൊന്ന് ഷൈൻ ചെയ്ത് ജീവിക്കണം അവൻ ആഗ്രഹിച്ചു. അതിന് പറ്റിയ ഭാര്യയും അതിന് പറ്റിയ മക്കളും അവന് കിട്ടി. അതെ, നമ്മുടെ കാഴ്ചപ്പാട് പോലെ വരും നമ്മുടെ കുഞ്ഞുങ്ങളുടെയും കുടുംബത്തിന്റെയൊക്കെ കാഴ്ചപ്പാട്. അങ്ങനെ ലോത്ത് അന്ന് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഭൂമിയും ഏറ്റവും നല്ല വീടും ഏറ്റവും നല്ല സൗകര്യങ്ങളുമുള്ള സ്ഥലത്ത് ചെന്നടിഞ്ഞു. പക്ഷെ ആ മനുഷ്യന് പ്രാർത്ഥനയോ ആരാധനയോ ദൈവഭക്തിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അയാളും അതിന്റെ അയൽക്കാരും ആ നാട്ടുകാരും മുഴുവനും ദൈവമുണ്ടെന്ന് പോലും വിചാരിക്കുന്നില്ല. എന്ത് തോന്നിവാസം കാണിച്ചാലും ചോദിക്കാൻ ആരുമില്ല. വൃത്തികേടുകൾ അവർക്ക് മാന്യമായ കാര്യമായി തീർന്നിരിക്കുന്നു. ഇങ്ങനെ ഒരു വല്ലാത്ത തലമുറ, അധപ്പതിച്ച തലമുറ, നശിച്ച ഒരു സമൂഹം ലോത്തിന്റെ കാലത്ത് ഉണ്ടായി. ലോത്ത് പോയി തിരഞ്ഞെടുത്ത സ്ഥലം മൃഗങ്ങളെ വളർത്താൻ നല്ലതായിരുന്നു, പക്ഷെ മക്കളെ വളർത്താൻ നല്ലതല്ലായിരുന്നു. ഞാനൊരു കാര്യം പരസ്യമായിട്ട് പറഞ്ഞാൽ വിഷമം തോന്നരുത്. അമേരിക്ക പൈസ ഉണ്ടാക്കാൻ നല്ല സ്ഥലമാണ്, പക്ഷെ മക്കളെ വളർത്താൻ നല്ല സ്ഥലമല്ലെന്ന് പോയവർ പറയുന്നു. എന്റെ പല സുഹൃത്തുക്കൾ പറഞ്ഞുള്ള അറിവാണ് ഞാൻ പറഞ്ഞത്. വളരെ അടുത്ത ഇന്റിമേറ്റായ ആളുകൾ പറഞ്ഞ കാര്യമാണ്, ഞങ്ങൾക്ക് മക്കളെ വളർത്താൻ ഇവിടെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഓരോ സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ ഒന്നുകൂടി ആലോചിക്കുന്നത് നന്നായിരിക്കും. സമ്പത്ത് നോക്കി കല്യാണം നടത്തുമ്പോൾ ഒന്നുകൂടി ആലോചിക്കണം. ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടുമ്പോൾ, ഒരു ബിസിനസ്സിൽ ഏർപ്പെടുമ്പോൾ, ഒരു വീട് വെക്കുമ്പോൾ, ഒരു സ്ഥലം മേടിക്കുമ്പോൾ, ഒരു സബ്ജക്ട് പഠിക്കാൻ പോകുമ്പോൾ, ഒരു പുതിയ തൊഴിലിൽ ഏർപ്പെടുമ്പോൾ ലാഭം മാത്രമാണ് നമ്മുടെ കണ്ണിൽ തെളിയുന്നതെങ്കിൽ ഒടുവിൽ നാം ദുഃഖിക്കേണ്ടി വരും. കുറെ കൂടെ ശാന്തമായി കാര്യങ്ങളെ കണ്ടില്ലെങ്കിൽ ഒടുവിൽ നാം ദുഃഖിക്കേണ്ടി വരും. ലോത്ത് തിരഞ്ഞെടുത്ത സ്ഥലം ബിസിനസ്സിന് നല്ലതായിരുന്നു, കൃഷിക്ക് നല്ലതായിരുന്നു, കാശുണ്ടാക്കാൻ പറ്റിയ ഭൂമി. പക്ഷെ മക്കളെ വളർത്താൻ കൊള്ളുകയില്ല. കാരണം അവിടെ ആരും കല്യാണം കഴിക്കുന്നില്ല. അവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിക്കുക. അതിൽ കൂടുതൽ എനിക്ക് പരസ്യമായിട്ട് പറയാൻ പറ്റാത്ത കാര്യമാണ് സോദോമിൽ നടന്നത്. വീട്ടിലിരിക്കുന്ന നിങ്ങൾ ഈ മെസ്സേജ് കേട്ട ശേഷം ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം വായിച്ചു നോക്കൂ. അവിടുത്തെ ഫാമിലി സെറ്റപ്പ് നിങ്ങൾക്ക് കാണാം. നാം ഒരു സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ ഓർക്കുക, തലമുറ ദൈവത്തെ സേവിക്കണം എന്ന ചിന്തയുണ്ടെങ്കിൽ അതറിഞ്ഞ് നാം നീങ്ങണം. ലാഭം അല്പം കുറഞ്ഞാലും ദൈവഭയം കുറയാതിരിക്കട്ടെ. പണം ഇന്നല്ലെങ്കിൽ നാളെ വരും. ദൈവത്തോടുള്ള നമ്മുടെ ബന്ധവും കൂട്ടായ്മയും കളഞ്ഞാൽ പിന്നീട് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. സാധാരണക്കാർക്ക് ഇത് അംഗീകരിക്കാൻ വിഷമമായിരിക്കും. എങ്കിലും ഈ ദേശത്തെക്കുറിച്ചുള്ള പരാതി ദൈവത്തിന്റെ സന്നിധിയിലെത്തിയപ്പോൾ ദൈവം ഈ സ്ഥലത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വരുന്നു. കഴിഞ്ഞ ദിവസം വായിച്ചു കേൾപ്പിച്ചതാണ്. വന്നപ്പോൾ ദൈവത്തിന്റെ സ്നേഹിതനായ അബ്രഹാം അതിന്റെ തൊട്ടടുത്തുണ്ട്. അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ ആ ദേശത്തെ നശിപ്പിക്കരുതേ. അദ്ദേഹം ദൈവത്തോട് ചോദിച്ചു, 50 നീതിമാന്മാരുണ്ടെങ്കിൽ ആ ദേശത്തെ നശിപ്പിക്കും. ദൈവം പറഞ്ഞില്ല. ചുരുക്കി പറഞ്ഞാൽ 50 ഉണ്ടായില്ല, 20 ഉണ്ടായില്ല, 10 പോലും ഉണ്ടായില്ല. അപ്പോൾ ഒടുവിൽ പിന്നെ എന്ത് ചെയ്തു? ലോത്ത് എന്ന മനുഷ്യൻ ഇങ്ങനെയൊക്കെ തെരഞ്ഞെടുത്തെങ്കിലും ഉള്ളിലൊരു ഭക്തിയുണ്ട്. അതുകൊണ്ട് ദൈവം അബ്രഹാമിനെ ഓർത്ത് ലോത്തിനെ രക്ഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ലോത്തിന്റെ വീട്ടിലേക്ക് ദൂതന്മാർ ചെല്ലുന്നു. ഇതാണ് ലോത്തിന്റെ കാലം എന്ന് യേശു പറഞ്ഞത്.
മത്തായി സുവിശേഷത്തിലും ലൂക്കോസ് സുവിശേഷത്തിലും യേശു കർത്താവിന് മടങ്ങിയവരവനെ കുറിച്ച് പറഞ്ഞപ്പോൾ ലോത്തിന്റെ കാര്യം പറയുന്നുണ്ട്. ലോത്തിന്റെ കാര്യം മാത്രമല്ല, ലോത്തിന്റെ ഭാര്യയുടെ കാര്യവും പറയുന്നുണ്ട്. വളരെ വലിയ വിഷയമാണത്. ശ്രദ്ധിച്ചു കേൾക്കാം. ആ പുരുഷന്മാർ ലോത്തിനോട്, ഇവിടെ നിനക്ക് മറ്റു വല്ലവരുമുണ്ടോ? മരുമക്കളോ പുത്രന്മാരോ പുത്രിമാരോ ഇങ്ങനെ പട്ടണത്തിൽ നിനക്കുള്ളവരെയൊക്കെയും ഈ സ്ഥലത്തുനിന്ന് കൊണ്ടുപോയിക്കൊള്ളുക. ഇവരെക്കുറിച്ചുള്ള യാവലാതി യഹോവയുടെ മുൻപാകെ വലുതായി തീർന്നിരിക്കൊണ്ട് ഞങ്ങൾ ഈ സ്ഥലത്തെ നശിപ്പിക്കും. അതിനെ നശിപ്പിക്കാൻ യഹോവ ഞങ്ങളെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒന്ന് ശ്രദ്ധിക്കണേ. 12-ാം വാക്യം. ആ പുരുഷന്മാർ ലോത്തിനോട്, ഇവിടെ നിനക്ക് മറ്റു വല്ലവരുമുണ്ടോ? മരുമക്കളോ പുത്രന്മാരോ പുത്രിമാരോ ഇങ്ങനെ പട്ടണത്തിൽ നിനക്കുള്ളവരെയൊക്കെയും ഈ സ്ഥലത്ത് നിന്ന് കൊണ്ടുപോയിക്കൊള്ളുക. ലോത്തിനോട് ദൈവത്തിന്റെ ദൂതന്മാർ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നീ ഒരുത്തൻ ഈ നാട്ടിൽ ദൈവത്തെ അറിയുന്നവനായിട്ട് ജീവിച്ചല്ലോ. ഈ കാര്യം നീ ഈ നാട്ടിൽ പറഞ്ഞിട്ടുണ്ടോ? നിനക്കിവിടെ സുഹൃത്തുക്കളോ സ്നേഹിതരോ ഉണ്ടെങ്കിൽ അവരോട് നീ സുവിശേഷം പറഞ്ഞിട്ടുണ്ടോ? അവരോട് നീ ജീവനുള്ള ദൈവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? അവരോട് നീ യേശുക്രിസ്തുവിന്റെ മടങ്ങിയവരവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഈ ഭൂമി നശിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ദൈവത്തിന്റെ ന്യായവിധി പാപമുള്ള തലമുറയുടെ മേൽ വരുമെന്നും രക്ഷയ്ക്കായിട്ടൊരു മാർഗം ഉണ്ടെന്നും നീ പറഞ്ഞിട്ടുണ്ടോ? ദൈവം ലോത്തിനോട് ചോദിക്കുന്നു, നിനക്കിവിടെ ആരെങ്കിലും ഉണ്ടോ? ആരെയെങ്കിലും രക്ഷിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന് ദൈവം ലോത്തിനോട് ചോദിക്കുന്നു. ലോത്ത് എന്ത് ചെയ്തു? അങ്ങനെ ലോത്ത് ചെന്ന് തന്റെ പുത്രിമാരെ വിവാഹം ചെയ്യുവാനുള്ള മരുമക്കളോട് സംസാരിച്ചു. വാക്യം 14, ഉൽപ്പത്തി പുസ്തകം 19:14 എന്ന് പറഞ്ഞാൽ 2 പെൺമക്കളുണ്ട്. അവർക്ക് വിവാഹം ഏറെക്കുറെ ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ അവരോട് ഇങ്ങനെ കർത്താവ് വരുന്നു, അല്ലെങ്കിൽ ന്യായവിധി വരുന്നു, ഒരു ദൈവമുണ്ട്, പാപത്തിൽ ജീവിക്കരുത്, ഈ പാപികളുടെ മേൽ, പാപത്തിന്റെ മേൽ ദൈവത്തിന്റെ ശിക്ഷയുണ്ട് എന്നൊക്കെ മരുമക്കളോടൊന്ന് പറയാം എന്നോർത്ത് ഈ മനുഷ്യൻ ഓടിച്ചെന്നു. തന്റെ പുത്രിമാരെ വിവാഹം ചെയ്യുവാനുള്ള മരുമക്കളോട് സംസാരിച്ചു. നിങ്ങൾ എഴുന്നേറ്റ് ഈ സ്ഥലം വിട്ട് പുറപ്പെടുവീൻ, യഹോവ ഈ പട്ടണം നശിപ്പിക്കുമെന്ന് പറഞ്ഞു. വാക്ക് ശ്രദ്ധിക്കുക. നിങ്ങൾ എഴുന്നേറ്റ് ഈ സ്ഥലം വിട്ട് പുറപ്പെടുവീൻ, യഹോവ ഈ പട്ടണം നശിപ്പിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ അവൻ കളി പറയുന്നു എന്ന് അവന്റെ മരുമക്കൾക്ക് തോന്നി. വളരെ രസകരമായ ഒരു വാക്യമാണിത്. എന്തിനാണ് നമ്മളിത് വായിക്കുന്നത്? യേശു തമ്പുരാൻ പറഞ്ഞു, ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിലും സംഭവിക്കും എന്ന് പറഞ്ഞാൽ, പണത്തിന്റെ പുറകെ ഓടുന്ന ഒരു തലമുറ, മക്കളെ വളർത്തുന്നതിനേക്കാൾ, മക്കൾ നന്നായി വരുന്നതിനേക്കാൾ കാശ് നന്നായി ഉണ്ടാകണം എന്ന് ചിന്തിക്കുന്ന ഒരു കാലം, എല്ലാം ബിസിനസ് കണ്ടുകൊണ്ട് കാണുന്ന ഒരു കാലം, ലാഭമുണ്ടോ ലാഭമുണ്ടോ ലാഭമുണ്ടോ, ആരെ കൊന്നാലും വേണ്ടില്ല, ലാഭമുണ്ടോ എന്ന് നോക്കുന്ന ഒരു കാലം. ഈ കാലം യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിന്റെ കാലമാണെന്നാ പറഞ്ഞത്. ഇങ്ങനൊരു കാലം പണ്ടുണ്ടായിരുന്നു. ആ തലമുറയെ ദൈവം കഠിനമായി ന്യായം വിധിച്ചു. ഒടുവിൽ ഒരു മനുഷ്യൻ അല്പമെങ്കിലും ദൈവഭയമുള്ളവനുണ്ട്. അതിനെക്കുറിച്ച് പത്രോസിന്റെ ലേഖനത്തിലും യൂദായുടെ ലേഖനത്തിലുമൊക്കെ ഒരു സൂചനയുണ്ട്. അയാൾ ഭക്തനായിരുന്നു എന്നും നീതിപ്രസംഗിയായ, ഒരുവിധം നന്നായി ജീവിച്ചു എന്നും, നോഹയെക്കുറിച്ച് നീതിപ്രസംഗി എന്നും ഒക്കെ എഴുതിയിട്ടുണ്ട്. പത്രോസ് എഴുതിയിരിക്കുന്നത് നീതിമാനായ ലോത്തെന്നാണ്. അതെ, ആ മനുഷ്യൻ ഭക്തനായിരുന്നു. പക്ഷെ സാഹചര്യം അയാളെ ചീത്തയാക്കി. അദ്ദേഹം ചെന്ന മരുമക്കളോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ മരുമക്കൾ എന്തു പറഞ്ഞു എന്നുള്ളതാണ് രസം. മരുമക്കളോട് അദ്ദേഹം ഒരു അടിയന്തര സന്ദേശമാണ് പറഞ്ഞത്. നിങ്ങൾ എഴുന്നേറ്റ് ഈ സ്ഥലം വിട്ട് പുറപ്പെടുവിൻ, യഹോവ ഈ പട്ടണത്തെ നശിപ്പിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ അവൻ കളി പറയുന്നുവെന്ന് അവന്റെ മരുമക്കൾക്ക് തോന്നി. അതായത് ദൈവിക വിഷയങ്ങൾ അവർക്ക് തമാശായിരുന്നു. ദൈവത്തെക്കുറിച്ച് അവരെ അറിഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല. പാപം അവർക്ക് കളി, നീതി എന്നൊരു കാര്യം അവരുടെ തലയിലില്ല. അത്രമാത്രം അതപ്പതിച്ചുപോയി. ദൈവമുണ്ടെന്നും ന്യായവിധി ഉണ്ടെന്നും ഒരു ശിക്ഷാവിധി ഉണ്ടെന്നും ഒക്കെ ഈ അപ്പൻ വന്ന് പറഞ്ഞപ്പോൾ അവർ ചിരിച്ചു. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ കാലത്ത് സംഭവിക്കും. എന്താണ് സംഭവിക്കുന്നത്? ദൈവത്തെക്കുറിച്ച് പറഞ്ഞാൽ ചിരിക്കുന്ന കാലം. ഇന്ന് എന്താ വിഷയം? അന്ന് ലോത്ത് പോയി പറഞ്ഞത്
ഈ ദേശത്തെ ദൈവം ന്യായം വിധിക്കാൻ പോകുന്നു, അതുകൊണ്ട് ഈ സ്ഥലം വിട്ടുപോയിക്കൊള്ളുക, ദൈവഭയമുള്ളവരാകുക, ദൈവവചനം ശ്രദ്ധിക്കുക. അതത് കാലഘട്ടത്തിലേക്കുള്ള ദൈവശബ്ദമാണത്. എന്നാൽ ഇന്നെന്തോ പറയുന്നത്? ഇന്നത്തെ വിഷയം അതല്ല. ഇന്നത്തെ വിഷയം സകല മനുഷ്യർക്കും രക്ഷയ്ക്ക് വേണ്ടി ദൈവപുത്രനായ യേശു ഈ ഭൂമിയിൽ അവതരിച്ചു. മനുഷ്യവർഗത്തിന്റെ മുഴുവൻ പാപവും വഹിച്ചുകൊണ്ട് ദൈവപുത്രനായ യേശു പ്രായശ്ചിത്തയാഗമായി മരിച്ചു. കർത്താവായ യേശുവിന്റെ ഈ യാഗമരണത്തെ വിശ്വസിക്കുന്ന ഏത് പാപിക്കും, എത്ര പഴക്കമുള്ള പാപിക്കും, രക്ഷയും നീതീകരണവും ബൈബിൾ ഉറപ്പു തരുന്നു. ഈ വലിയ രക്ഷ നഷ്ടമാക്കരുത്. ഈ ദൈവസ്നേഹത്തെ തള്ളിക്കളയരുത്. ഈ ദൈവകൃപയെ തള്ളിക്കളയരുത്. ഈ സുവിശേഷം ഉപേക്ഷിക്കരുത്. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുക. തീർന്നില്ല. അങ്ങനെ കർത്താവായ യേശുവിന്റെ സുവിശേഷം വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടി യേശു മടങ്ങി വരുന്നു എന്നുള്ള ദൂതാണ് ഇക്കാലത്തെ ദൂത്. അന്ന് ലോത്ത് പോയി ലോത്തിന്റെ മരുമക്കളോട് പറഞ്ഞ സന്ദേശം ഇന്ന് സുവിശേഷകന്മാർ നിങ്ങളോട് പറയുന്നു. എന്താണ് പറയുന്നത്? യേശു ക്രിസ്തു മടങ്ങി വരുന്നു. കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനാകുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർക്ക് ശിക്ഷയുണ്ടാകും, സുവിശേഷം അനുസരിക്കുന്നവർക്ക് രക്ഷയുണ്ടാകും. ഈ മെസ്സേജ് 2000 വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ ലോത്തിന്റെ സ്വന്തം മരുമക്കൾക്ക് ഇത് കളി പറയുന്നതെന്ന് തോന്നി. കുറച്ചുകൂടെ ലളിതമാക്കി പറഞ്ഞാൽ, ലോത്തിന് പ്രായമായപ്പോൾ തലയ്ക്കെന്തോ കുഴപ്പമാണെന്നാണ് മകൾക്കും അല്ലെങ്കിൽ മകളുടെ ഭർത്താവിനും തോന്നുന്നത്. ഇന്ന് അങ്ങനെ തോന്നുന്നവരില്ലേ? യേശുക്രിസ്തു മടങ്ങി വരുന്നുവെന്നും ദൈവവചന പ്രകാരം ജീവിക്കണമെന്നും പറഞ്ഞ് സുവിശേഷം പറയുകയും ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അപ്പനെ ഒറ്റപ്പെടുത്തുന്ന മക്കളും അമ്മമാരും ഇല്ലേ? യേശുക്രിസ്തുവിന്റെ വചനം സത്യമാണെന്ന് വിശ്വസിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കുന്ന അമ്മയെ, ഭാര്യയെ ഒറ്റപ്പെടുത്തുന്ന, കളിയാക്കുന്ന ഭർത്താക്കന്മാരില്ലേ? യേശുക്രിസ്തുവിന്റെ വചനം സത്യമാണെന്ന് വിശ്വസിച്ച് അതനുസരിച്ച് മുന്നോട്ട് പോകുന്ന മക്കളെ പീഡിപ്പിക്കുന്ന അപ്പനും അമ്മയും ഇല്ലേ? ജോലിസ്ഥലത്ത് വെച്ച്, വിദേശത്ത് വെച്ചൊക്കെ സുവിശേഷം കേട്ട് ഇത് സത്യമാണല്ലോ എന്നോർത്ത് വിശ്വസിച്ച പെൺകുട്ടികളെയും ആൺകുട്ടികളെയും വളരെ മോശമായിട്ട് പീഡിപ്പിക്കുന്ന മാതാപിതാക്കന്മാരെ എനിക്കറിയാം. അവർ നാട്ടിൽ വന്നിട്ട് ഒളിവിൽ പാർക്കുകയാണ്. ചിലരെല്ലാം പേടിച്ചിട്ട് പുറത്തു പറയാതിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ കാലമാണ് ഈ കാലം. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിൽ സംഭവിക്കും. ഇന്നത്തെ സന്ദേശത്തിന്റെ ഒടുവിലേക്ക് നാം വരുന്നു. എന്താണ് ലോത്തിന്റെ കാലം? ദൈവിക കാര്യം പറഞ്ഞാൽ കളി പറയുന്നു എന്ന് തോന്നുന്ന കാലം, ലാഭത്തിന്റെ പുറകെ ഓടുന്ന കാലം, പാപം എന്നൊന്ന് തിരിച്ചറിയാത്ത കാലം, ഏത് വൃത്തികേട് ചെയ്യാൻ മനുഷ്യൻ ശങ്കിക്കാത്ത കാലം. അതെ, അങ്ങനെയൊരു കാലമാണ് ഈ കാലം. എങ്കിലും ദൈവം പറഞ്ഞതുപോലെ സംഭവിച്ചു. ലോത്തിന്റെ തലമുറയിൽ ന്യായവിധി ഉണ്ടായി. ഈ സന്ദേശം തുടരുന്നതാണ്. ഇപ്പോൾ പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, വചനം കേൾക്കുന്നവർക്ക് അതിന്റെ ഗൗരവം മനസ്സിലാകാൻ പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്യണമേ. ലാഭമുണ്ടാക്കുവാനുള്ള ഓട്ടത്തിനിടയിൽ ദൈവത്തെ മറന്ന്, നീതിബോധം മറന്ന്, ധർമ്മങ്ങൾ മറന്ന്, കുടുംബത്തെ മറന്ന്, സത്യങ്ങളെ മറന്ന് യാത്ര ചെയ്യുന്ന ഈ തലമുറ ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ ഈ സന്ദേശം പോലും ഇടയാക്കണമേ. ഞങ്ങളുടെ സ്നേഹിതർ, പ്രിയപ്പെട്ടവരൊക്കെ യേശു കർത്താവിന് മടങ്ങിയവരു വേണ്ടി ഒരുങ്ങുവാൻ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് സഹായിക്കണം.